അപ്പോൾ ദേ നമ്മുടെ കയ്യിൽ സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോയാലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കനേഡിയൻ തോന്നിവസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൾ വാച്ച് അൾട്ര മേടിക്കാനായിട്ട് പോവാണ്. അത് ഇവിടെ അടുത്ത് ഫെയർ വ്യൂ മാൾ എന്ന് പറഞ്ഞൊരു മാളുണ്ട്. അവിടെ ഞാൻ വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ സാധനം സ്റ്റോക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരിട്ട് പോയി മേടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് മേടിക്കാമല്ലോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഫെയർ വ്യൂ മാളിൻ്റെ അകത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാം ആപ്പിളിൻ്റെ സ്റ്റോർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര മേടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിളിൻ്റെ സ്റ്റോറ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം അതിനകത്ത് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു വീഡിയോ ഷൂട്ടിംഗ് ഒന്നും അലൗഡ് അല്ലാന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിളിൻ്റെ സ്റ്റോറ്. അതിനകത്ത് ആപ്പിളിൻ്റെ ഡിവൈസസ് വെച്ചുള്ള ഓരോ ട്യൂട്ടോറിയലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര എല്ലാം മേടിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിൻ്റെ പർച്ചേസിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആസ് യൂഷ്വൽ വീഡിയോ ഷൂട്ടിംഗ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതേ നമ്മുടെ കയ്യിൽ സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോയാലോ. Today we are going to unbox the best Apple Watch ever. അത്രയ്ക്ക് ഹൈപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ടിമ്മണ്ണൻ എല്ലാം ഓൾറെഡി പൊക്കി പറഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മുടെ മലയാളം തന്നെ മതി. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര അൺബോക്സ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആപ്പിൾ ഇതുവരെ ഇറക്കിയതിൽ ഏറ്റവും ബെസ്റ്റ് ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത് ആപ്പിൾ വാച്ച് അൾട്രയാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് അത് ഇതിൻ്റെ അൺബോക്സിങ് അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ആണുള്ളത്. അപ്പോൾ അധികം ഡിലേ ആക്കാതെ നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഉള്ളിൽ ഇതുപോലെ രണ്ട് ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് വാച്ചിൻ്റെ ബോഡി, അതുപോലെ തന്നെ വാച്ചിൻ്റെ സ്ട്രാപ്പ്. രണ്ടും രണ്ട് ബോക്സിലായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാച്ചിൻ്റെ പെട്ടി തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര. അതിനകത്ത് പുറമേ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ഈ സൈഡിലിരിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ കവറിനകത്ത് വേറെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു കവറും കൂടെ വരുന്നുണ്ട്. അതിനകത്ത് ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അതുപോലെ തന്നെ അവരുടെ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ചാർജിങ് കേബിൾ മാത്രമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ചാർജർ എന്ന് പറയുന്നത്. അതിൻ്റെ കറണ്ടിൽ കുത്തുന്ന സൈഡിലായിട്ട് USB ടൈപ്പ് C ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മുടെ വാച്ചിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം ഇതൊരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു കണക്ടറാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് ആയിക്കോളും. അപ്പോൾ ഇത് ഏതായാലും ഈ സൈഡിലിരിക്കട്ടെ. നമുക്കിനി നമ്മുടെ സ്ട്രാപ്പിൻ്റെ ബോക്സ് തുറന്ന് നോക്കാം. ഇതിനകത്ത് സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് സ്ട്രാപ്പ് ഇടുന്നത്, അതുപോലെ തന്നെ സ്ട്രാപ്പ് എങ്ങനെയാണ് നമ്മുടെ ഹാൻഡിൽ വെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സാധാരണ ടൈപ്പ് നൈലോൺ സ്ട്രാപ്പാണ്. വാഷബിൾ ആണ്. കൂടുതലും ട്രക്കിങ്, ഡൈവിങ് അതുപോലെയുള്ള പർപ്പസിനായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്ട്രാപ്പ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാച്ചിലേക്ക് ഇടാനായിട്ടും വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ പിടിച്ചിട്ട് വാച്ച് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ ഇത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാച്ചിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ഓരോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വാച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ആപ്പിൾ വാച്ച് അൾട്ര. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും ഇതിൻ്റെ ചേഞ്ചസ്, ഡിസൈനിൽ വന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആപ്പിൾ വാച്ച് SE ഇരിപ്പുണ്ട്. ഇതും അപ് ടു 8th ജനറേഷൻ എല്ലാ സീരീസിലും തന്നെ ഈ എഡ്ജസ് റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഫ്ലാറ്റ് അല്ല, എഡ്ജസ് എല്ലാം റൗണ്ട് ആണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിൻ്റെ ക്രൗണിൻ്റെ സൈസും വലുതാണ് ബാക്കി വാച്ചസ് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്രൗണ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവരൊരു മെറ്റൽ ലെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ഷൻ ബട്ടൺ എന്ന് പറയും. ഈ ആക്ഷൻ ബട്ടൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കസ്റ്റമായിട്ട് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ഓറഞ്ച് കളറിലാണ് ഈ ബട്ടൺ കൊടുത്തിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റാനിയം ബോഡിയിൽ ഈ ഓറഞ്ച് കളർ നല്ല മാച്ചിങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്രൗണിൻ്റെ പുറമെ ഒരു റൗണ്ട് കളർ ഓറഞ്ച് റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ ഈ ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ സെൻസേഴ്സും ഒക്കെ ബാക്കിയുള്ള സീരീസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലുതാണ്. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തേക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ വാച്ച് ഓണാക്കി കാണണ്ടേ. ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല. ഇവിടെ ആപ്പിളിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി ലോ ആണ്. അപ്പോൾ നമുക്കിനി എന്തായാലും ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത് സെറ്റപ്പ് ആവുന്ന ടൈം കൊണ്ട് ഞാൻ ഇതിൻ്റെ എക്സ്ട്രാ 3 സ്ട്രാപ്പ് മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒരു സിലിക്കോൺ ടൈപ്പ് റെഡ് കളർ സ്ട്രാപ്പ്, അതുപോലെ തന്നെ വേറെ 2 നൈലോൺ സ്ട്രാപ്പാണ് മേടിച്ചിരിക്കുന്നത്. ഒരു ഗ്രീൻ കളർ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ സ്ട്രാപ്പാണ് മേടിച്ചിരിക്കുന്നത്. മൊത്തം 3 കളറാണ് മേടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് റെഡ് കളർ ഇതും കൊള്ളാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഈ ബ്ലാക്ക് കളർ ഇതും കൊള്ളാം. നല്ല അടിപൊളി സ്ട്രാപ്പാണ്. അപ്പോൾ ഇത് 3 നമ്മൾ എക്സ്ട്രാ ആയിട്ട് മേടിച്ചിരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും, ഇതാണ് ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് വരുന്ന വാച്ച് ഫേസ്. നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെനു. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ബാക്കിയുള്ള വാച്ചസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, റൗണ്ട് ഡിസ്പ്ലേ അല്ല. പിന്നെ അതുപോലെ തന്നെ ടൈറ്റാനിയം ബോഡിയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് 49 mm ആണ്. അപ്പോൾ ഇതാണ് ഇതുവരെ ഇറക്കിയതിൽ ഏറ്റവും വലിയ ആപ്പിൾ വാച്ച്. പിന്നെ ഓൾവേസ് ഓൺ റെറ്റിന ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അപ് ടു 2000 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് പറ്റും. അത്രയ്ക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമർജൻസി കേസസിലൊക്കെ ഇപ്പോൾ ഒരു ക്രാഷ് ഒക്കെ നടക്കുവാണെങ്കിൽ അവർ ഇതിനകത്ത് ഒരു സൈറൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ടൈമിനുള്ളിൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അത് ഒരു 86 ഡെസിബൽ സൈറൻ ഇതിൻ്റെ പുറത്തേക്ക് വരും. അപ്പോൾ എത്ര ഡിസ്റ്റൻസിൽ അപ് ടു എത്രയോ മീറ്റേഴ്സ് അപ്പുറമുള്ള ആൾക്കാർക്ക് വരെ ഇതിൻ്റെ സൈറൻ കേൾക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു സ്വിം ഗേജ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്വിമ്മിങ് ഡൈവിംഗ് ഒക്കെ നടത്തുവാണെങ്കിൽ എത്ര മീറ്റർ ഡെപ്തിലാണ് സ്വിം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ എത്ര മീറ്റർ താഴെ വരെ നമ്മൾ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കും. അപ് ടു 60 hours നമുക്ക് വൺസ് ഫുൾ ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഫീച്ചറാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് നമ്മുടെ നോർമൽ വാച്ച് ഫേസ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്രൗണ് ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ ഇതൊരു റെഡ് കളറിലേക്ക്, ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി ഒരു റെഡ് കളറിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൈറ്റ് മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ രാത്രിയിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫീച്ചർ അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അതേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത് 64-bit ഡ്യുവൽ കോർ പ്രോസസ്സർ S8 ചിപ്പാണ് ആപ്പിൾ വാച്ച് അൾട്രയിൽ വരുന്നത്. പിന്നെ വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ് ടു 100 meters വരെ വാട്ടർ റെസിസ്റ്റൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ ഡിസ്പ്ലേയിലെ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് സഫയർ ക്രിസ്റ്റലാണ്. അപ്പോൾ അത്യാവശ്യം പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ GPS പ്ലസ് സെല്ലുലറോട് കൂടിയാണ് ആപ്പിൾ വാച്ച് അൾട്ര വരുന്നത്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ ഫോൺ കോളും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് സിമ്മും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ ആപ്പിൾ വാച്ച് അൾട്രയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ റബിൻ ബേബി സൈനിങ് ഓഫ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അത് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട്